ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെല്ലോ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് പോകാനുള്ള ഒരുക്കങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു മിക്സ്ഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതിപ്പോൾ ഇതാ പോകുന്നതിന് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു തുടങ്ങിയ വീഡിയോ ആണ്. കാരണം പോകാനാകുമ്പോൾ ഇപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, അരിപ്പൊടി, പുട്ടുപൊടി ഇങ്ങനത്തെ എല്ലാം റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പയ്യന്നൂരേക്ക് വന്നതാണ്. കാരണം ചില സമയത്ത് മഴ ഉണ്ടാവും, ചില സമയത്ത് മഴ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ ഒരു മുളകൊക്കെ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടണമെങ്കിൽ മഴയൊക്കെ ഇല്ലാത്ത ടൈം നോക്കിയിട്ട് വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുന്നേ തന്നെ ഇതൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വെച്ചിട്ട് അതിനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിക്കലാണ്. പിന്നെ വൈകുന്നേരമാണ് വന്നത്. എല്ലാം കഴിഞ്ഞാകുമ്പോഴത്തേക്ക് മഗ്‌രിബെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ വീട്ടിൽ പോയിട്ട് എന്താ പറയുക, ഇന്ന് കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ അത് വാങ്ങിയിട്ടുണ്ടായിട്ടാ പോകുന്ന സമയത്ത്. ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ കൊണ്ടുപോകുന്നൊന്നുമില്ല, വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോയി കഴിഞ്ഞാൽ നല്ലതൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കലാന്ന്. അപ്പോൾ ഇതാ കൊണ്ടുവന്ന കല്ലുമ്മക്കായാലും ചെറുങ്ങനെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതാ ഒരു തടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാന്ന്. ഇതിപ്പോൾ ഇതാ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ പുറത്തൊക്കെ എന്താ പറയുക കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് കത്തി വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ചിരണ്ടി കൊടുത്താൽ മതി കേട്ടോ. അന്നേരം തന്നെ ഇതെല്ലാം ഒന്നും ഇളകി കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കലാന്ന് കേട്ടോ. പല രീതിയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, സ്റ്റീൽ മൂളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോർമലി ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി കൊടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇതാ കല്ലുമ്മക്കായലും ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഇതിൻ്റെ ഈ ഒരു ഷെല്ലിലുള്ള കച്ചറയും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ചിരണ്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വീണ്ടും ഒന്ന് കഴുകിയെടുക്കണം. കല്ലുമ്മക്കായ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര ഈസിയിൽ പണിയൊന്നുമല്ല, പക്ഷെ എന്നാൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ കുറച്ച് പണിയുണ്ടെങ്കിലും ഇത് കഴിക്കാൻ അടിപൊളിയാണല്ലോ. അപ്പോൾ ഇനിയിപ്പം ഇതൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു പാത്രം കൂടി അടുത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കലാണ് കേട്ടോ. ഇതേ രീതിയിൽ വെച്ചിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചില കല്ലുമ്മക്കായിൽ ഇതുപോലത്തെ ചിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം കേട്ടോ. പിന്നെ കല്ലുമ്മക്കായൻ്റെ അകത്ത് ഇതേപോലെ ഒരു ഒരു എന്താ പറയുക ഒരു ടൈം ഗീസ്, ഒരു നൂല് പോലെ തന്നെ ഒരു നേരിയ സാധനം ഉണ്ടാവും കേട്ടോ. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് ഭയങ്കര ഒരു കച്ചറയുള്ളൊരു സാധനമാണ്. കുട്ടികൾക്കെല്ലാം കഴിച്ചതിന് വയറുവേദന എടുക്കുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളതെന്തായാലും കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതെടുത്ത് കളയണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് എന്താ പറയുക ഓപ്പൺ ചെയ്തെടുത്ത കല്ലുമ്മക്കായ് വീണ്ടും ഒന്ന് കഴുകിയെടുക്കാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തനെയോ നമുക്ക് എന്താ പറയുക വേഗം വെള്ളമൊക്കെ പോകുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കൊരു മാവ് റെഡിയാക്കാനുണ്ട്. ഇതിപ്പോൾ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളിയും പിന്നെ വലിയ ജീരകവും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരിപ്പൊടിയില്ലേ, നമ്മൾ പത്തലൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മാവിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചിലവർ ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർക്കലുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഈ ഒരു കല്ലുമ്മക്കായിൽ ഫില്ല് ചെയ്തെടുക്കലാണ്. നമുക്ക് ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്ന കല്ലുമ്മക്കായാണ് കേട്ടോ ഇഷ്ടം. എന്താ പറയുക, ചെറിയ കായാകുമ്പം അതിനനുസരിച്ചുള്ള കുറച്ച് മാവ് മാത്രം ആക്കിയിട്ടുള്ള കല്ലുമ്മക്കായില്ലേ, അതാണ് തിന്നാൻ കുറച്ചും കൂടി ഇഷ്ടം. ചില സ്ഥലത്ത് ചെറിയ കായും വലിയ മാവെല്ലാമായിട്ട് കഴിക്കുന്ന സമയത്ത് അരി മാത്രമേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഈ ഒരു രീതിയിൽ കഴിക്കാനാണ് കേട്ടോ.
പിന്നെ കല്ലുമ്മക്കായി എല്ലാവരും ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. ഇതിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഏത് രീതിയിലും കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്താ പറയുക ഭയങ്കര ഒരു ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു കല്ലുമ്മക്കായി. അപ്പോൾ ഇതാ കല്ലുമ്മക്കായലും ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കലാണ്. അപ്പോൾ സ്റ്റീമറിൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒരുപാട് ഇങ്ങനെ കുത്തി നിറച്ച് ഇട്ട് കൊടുക്കണ്ട. ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കുക, പിന്നെ 2-3 കൂടി മേലിട്ട് കൊടുക്കുക കേട്ടോ. അത്രേ വേണ്ടൂ. എന്നാലും ഇത് പെട്ടെന്ന് ആയി കിട്ടുള്ളൂ. നമ്മൾ കുത്തി നിറച്ച് ഇട്ട് കൊടുക്കുമ്പം ഇത് കുക്കായി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതാ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വെച്ച് ഈ ഒരു കല്ലുമ്മക്കായി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറെല്ലാം ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഈ അരിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഈ എടുത്ത് വെച്ച കല്ലുമ്മക്കായൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൻ്റെ ഈ ഒരു ഷെല്ലൊന്ന് ഇതിൽ നിന്ന് അടർത്തി മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് അഥവാ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതൊന്നിങ്ങനെ മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ കല്ലുമ്മക്കായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഐറ്റംസിലൊന്ന് റെഡിയാക്കി എടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഇതാ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കല്ലുമ്മക്കായി ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക ആ ഒരു മുളകിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കട്ടിയിലും വേണ്ട, എന്നാൽ തന്നെ ഒരുപാട് ലൂസായിട്ടും വേണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇതിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മുളകിലേക്ക് കല്ലുമ്മക്കായി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണ്ട, ഒരു ലെയറായിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പം ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതെന്തായാലും ടൈം എടുക്കും ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഓരോരു സൈഡ് ഇട്ട് കൊടുത്തിട്ട് ഇതായി വരാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ ചെറിയ രീതിയിലൊരു പേടി ഉണ്ടാവില്ലേ, ക്ലീൻ ആയിട്ടില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള ചിന്ത വരുമല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ചെറിയ പണിയല്ല, എന്തായാലും കല്ലുമ്മക്കായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുറച്ചധികം പണിയുണ്ട്. പക്ഷെ നമുക്ക് നല്ല ധൈര്യത്തോടെ കഴിക്കാൻ പറ്റും വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ കല്ലുമ്മക്കായോടില്ല എന്താ പറയുക, കല്ലുമ്മക്കായോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. പക്ഷെ നമുക്കിങ്ങനെ പുറത്തൊന്നും പോകുമ്പം ഇത്രയും ടേസ്റ്റില്ല കല്ലുമ്മക്കായി എന്തായാലും കിട്ടില്ല, നാട്ടിൽ നിന്നേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കല്ലുമ്മക്കായൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതായി വരുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായി. 2-3 പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കേണ്ട കല്ലുമ്മക്കായ ഉണ്ടായിന്. പിന്നെ ഇതെല്ലാവരും ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ആർക്കും ക്ഷമ ഉണ്ടായിട്ടില്ല, ആയ ഉടനെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ ഇല്ലേ ഇതിലൊന്ന് ആഡ് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഒരു അടുപ്പിനെ കുറിച്ചിട്ട് എല്ലാവരും ചോദിക്കലുണ്ട്, വീഡിയോസിലായാലും ഷോർട്സിലായാലൊക്കെ ചോദിക്കലുണ്ട് എങ്ങനെയുണ്ട് എന്താണ് അങ്ങനെയൊക്കെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. ഇത് ബോഷിൻ്റെയാണ് കേട്ടോ, 5 ബേണേഴ്സ് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം അടിപൊളിയാണ്, നല്ല ഫ്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ തീരെ പോരാ. ഈ ഒരു സ്റ്റാൻഡില്ലേ അത് നമ്മൾ തന്നെ ഇപ്പോൾ വാങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ഒരു പഴകിയ പോലെ, എത്ര ക്ലീൻ ചെയ്തിട്ടും അതങ്ങ് ശരിയാവുന്നില്ല. എന്നിട്ട് നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്തപ്പം പറഞ്ഞ് ഇതൊന്നും ചെയ്യാനൊന്നും കഴിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം പുതിയത് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കുറച്ച് കൂടുതലാണ്. കാരണം ഈ ഒരു വലുതില്ലേ, ഈ വലുതിന് തന്നെ 8,000 10,000 വരുന്നുണ്ട്. പിന്നെ ചെറുതിനൊക്കെ 4,000 5,000 ആ ഒരു റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ടാകുമ്പം കുറച്ച് വലിയൊരു എമൗണ്ട് ആവുമല്ലോ. അപ്പം അങ്ങനെയാണ്. ഇതിൻ്റെ ഫ്ലെയിം അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കാര്യത്തിൽ സൂപ്പറാണ്. മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, അതത്ര ക്ലീൻ ചെയ്താലും ഒരു അത്രക്കൊന്നും അങ്ങ് ശരിയാകുന്നില്ല.
ഇതിപ്പോൾ ഇതാ വേറെ ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കാരണം ഇങ്ങനെ തന്നെ കുറച്ച് ഐറ്റംസിൽ പൊടിക്കാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ തന്നെ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ആ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്കിത് പെട്ടെന്നൊന്ന് കഴുകിയിടാൻ പറ്റുള്ളൂ. മഴയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ ഇതൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ തീർക്കലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പത്തലിൻ്റെ അരി ഒന്ന് കഴുകിയെടുക്കലാണ്. ഇതിപ്പോൾ വാങ്ങിക്കുമ്പോൾ തന്നെ അവരവിടുന്ന് മിക്സ് ചെയ്തിട്ടാണ് അരി തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് കഴുകിയെടുക്കേ വേണ്ടൂ കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വലിയൊരു അരിപ്പ എടുക്കുന്നതാണ് നമുക്ക് ഒറ്റയടിക്ക് തന്നെ പണി തീരും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമ്മളെന്തെങ്കിലും ടേബിളിലോ കൗണ്ടർ ടോപ്പിലോ അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ആറി കിട്ടിയേ വേണ്ടൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മുളകൊന്ന് കഴുകിയെടുക്കലാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് ഒരു അരിപ്പയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം കൂടി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക. ഈ ഒരു മുളക് കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കുകയൊന്നും ചെയ്യില്ല, പെട്ടെന്ന് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അരിപ്പയൊക്കെ സൈഡിൽ തന്നെ റെഡിയാക്കി വെക്കുന്നത്. വെള്ളത്തിലിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതേ സമയത്ത് തന്നെ വേഗം ഇതൊന്ന് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കഴുകിയെടുത്ത ദിവസം നല്ല വെയിലുണ്ടായിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ഇങ്ങനെ കളത്തിൽ നല്ല വലിയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കഴുകിയെടുത്ത ഈ ഒരു മുളക് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കലാണ്. അടുത്തതായിട്ട് മല്ലിയാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നന്നായിട്ട് ക്ലീനാക്കി എടുത്തതിന് ശേഷം അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇന്ന് 2-3 തരത്തിൽ പൊടിച്ചെടുക്കാനുണ്ട്. ഒന്ന് മുളകും മല്ലിയും മിക്സ് ചെയ്തിട്ട് അങ്ങനെയുണ്ട്, പിന്നെ മുളക് പൊടി മാത്രം പൊടിച്ചെടുക്കാനുണ്ട്, അതുപോലെ തന്നെ മല്ലിപ്പൊടി മാത്രം പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ 2-3 തരത്തിൽ പൊടിക്കാനുള്ളതുകൊണ്ട് കുറച്ചധികം തന്നെ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഈ ഒരു സമയത്ത് തന്നെ മൊത്തത്തിലൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ എല്ലാം പുറത്തിങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. പിന്നെ അങ്ങനത്തെ പണികളെല്ലാം ചെയ്ത് വെച്ച ശേഷം ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കലാണ്. കാരണം കുറച്ച് ദിവസം മുന്നേ ചെയ്ത് വെച്ചാൽ ഇതിപ്പോൾ 2-3 ദിവസം മുന്നേ ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ലാസ്റ്റ് ടൈം ഇപ്പോൾ തൂക്കത്തിന് പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും പറയും ഡ്രസ്സെല്ലാം കുറേ ആയിട്ടാണ് എടുക്കാൻ പറ്റാതെ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരത്തെ തന്നെ ഏകദേശം എടുത്തു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ബാക്കിയുള്ള വെയിറ്റിനനുസരിച്ചിട്ട് മാത്രം സാധനങ്ങൾ വാങ്ങിയാൽ മതിയല്ല എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കലാണ്. അപ്പോൾ എല്ലാം ഇതേപോലെ എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ചടപടാ തിരക്കോ എന്താ പറയുക പാക്കിങ് സ്ട്രെസ്സ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പാക്കിങ്ങിന് ഇറങ്ങിയത്. പക്ഷെ എന്തായാലും പോകുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നേ വരെ എന്തായാലും എന്തെങ്കിലും മറന്നിനോ അത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് അങ്ങനത്തെ ചിന്ത എപ്പോൾ ഉണ്ടാവും. എത്ര ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് വരെ ഇങ്ങനത്തെ എന്തൊക്കെയോ പണികളുണ്ടാവും. അത് പിന്നെ എത്ര നേരത്തെ ആയാലും എപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നും അങ്ങനെ 2-3 ദിവസം മുന്നേ ഇതിപ്പോൾ പുറത്തുനിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് നല്ല രീതിയിലെല്ലാം ഒന്ന് മടക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ടൈം കിട്ടുമ്പം എല്ലാം ഒന്നിങ്ങനെ എന്താ പറയുക ഒന്ന് പാക്കിങ്ങും എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇതിൽ പൊടിച്ച് കൊണ്ടുവരുമ്പോൾ എല്ലാം മുഴുവനായിട്ട് ഇട്ടിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിത് ചെറിയ പാക്കറ്റാക്കി എടുക്കലാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ തിരിച്ച് പോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് പൊളിക്കാനൊക്കെ അതല്ലേ എളുപ്പം.
വലിയൊരു പാക്കറ്റ് പൊളിച്ചിട്ട് ഇങ്ങനെ പകുതി പകുതി ഇങ്ങനെ കെട്ടി വെക്കുന്നതിനേക്കാളും ആവശ്യത്തിന് മൊത്തത്തിൽ അങ്ങ് പൊളിച്ച് യൂസ് ചെയ്ത് അങ്ങനെ വെക്കാമല്ലോ. ഇതിപ്പോൾ വലിയൊരു കവറിൽ കൊണ്ടുപോകുമ്പം അത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. കാരണം ലാസ്റ്റ് ടൈം വെയിറ്റെല്ലാം കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പുറത്തെല്ലാം വെക്കുമ്പോൾ അത് മൊത്തത്തിൽ പുറത്തായി പോകും. അപ്പം നമ്മളിങ്ങനെ ചെറിയ പാക്കറ്റ് എടുത്ത് വെക്കുന്നതാണെങ്കിൽ നമുക്ക് ചെറിയ ഇപ്പോൾ ഒരു 2 കിലോ 2 കിലോൻ്റെ എല്ലാം ആക്കുന്നതാണെങ്കിൽ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 കിലോൻ്റെ ഐറ്റം മാത്രം എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ എല്ലാം പുറത്തേക്കാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എല്ലാം ചെറിയ ചെറിയ പാക്കറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങിച്ച് ഈ ഒരു സീൽ ചെയ്യുന്ന സംഭവമില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സീൽ ചെയ്തെടുക്കലാണ്. അപ്പോൾ നല്ല രീതിയിൽ നല്ല സേഫായിട്ട് തന്നെ ഇത് കിട്ടും. മുളക് പൊടിയും മല്ലിപ്പൊടിയിലും ഈ ഒരു രീതിയിൽ സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് കാണാനും അതുപോലെ തന്നെ നല്ല സേഫുമാണ്. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. സാധാരണ നമ്മളൊരു കവറിലിട്ട് കെട്ടി വെക്കുമ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇതേപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയിൽ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിന്. പിന്നെ അവൻ മടി പിടിച്ച് പിന്നെ നോർമൽ കവറിലിട്ടിട്ട് പുട്ടുപൊടിയും പത്തലുപൊടിയെല്ലാം ആ ഒരു രീതിയിലാണ് കേട്ടോ പാക്ക് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കണം എന്നല്ലേ വിചാരിച്ചിന്. പക്ഷേ എന്തോ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് അതിനൊന്നും പറ്റിയിട്ടുമില്ല. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ടൈം ആകുമ്പം അങ്ങനെ അങ്ങ് ഒഴിവാക്കി. ലാസ്റ്റ് ടൈം എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് മാറ്റി വെച്ചത്. പക്ഷേ ലാസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് തിരിച്ച് വരുന്ന ദിവസം എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്താണ് കേട്ടോ. ഇതിപ്പം എയർപോർട്ടിലേക്ക് എത്താനായി. നമ്മളിപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഫ്ലൈറ്റിലെല്ലാം കയറലാണ് കേട്ടോ. ബാക്കി അങ്ങനെ കാര്യമായിട്ട് വീഡിയോസോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഉള്ളത് മാത്രം അങ്ങനെ കുറച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പം അൽഹംദുലില്ലാ സേഫായിട്ട് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ റൂമിൻ്റെ കാര്യമൊന്നും പറയണ്ട, പൂട്ടിയിട്ടിട്ട് പോയോണ്ട് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ചിന്തയായിട്ട് ആ റൂം കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് പഴയതുപോലെ ആക്കിയെടുക്കണമല്ലോ. പിന്നെ യാത്രയിൽ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ ട്രോളി ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിന്. ഇവർ ലഗേജിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് എന്താണെന്നറിയില്ല. അപ്പോൾ അതൊരു ചെറിയൊരു ഇതായിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ ബാക്കിയെല്ലാം നല്ല തന്നെ. ഇനിയിപ്പം എന്താ പറയുക, മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ റൂമൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസെല്ലാം ആയിട്ട് വരാം. മൊത്തത്തിൽ നിറഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.